അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഖാലിഖിൽ അനാം വറാസിഖിൽ അവ്വാം ഖാസിമുൽ അഖ്സാം. സ്വലാത്തു വസ്സലാം അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ളലി തഹിയ്യത്തി വസ്സലാം. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ കടം തകർന്ന് കടത്തിൽ നിന്ന് വലിയ മോചനം കിട്ടാൻ പറ്റിയ ഒരു അമലിനെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അൽ ഖിർത്താസ് എന്ന കിതാബിൽ ഈ അമലിനെക്കുറിച്ച് പറയുന്നുണ്ട്. കടം എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അപകടം വരുത്തും. കാരണം കടം ഉള്ള ഒരാളെ പേരിൽ മുത്തായ റസൂൽ മയ്യത്ത് പോലും നമസ്കരിച്ചില്ല. നമുക്ക് സാധിക്കാത്ത കടമാക്കി കുടുങ്ങിയവർ സാധിക്കുന്നതേ കടാക്കുള്ളൂ. അതിനേക്കാൾ കൂടുതൽ കടമാക്കിയാൽ അത് വലിയ പ്രയാസത്തിലെത്തും. അങ്ങനെ കടം വാങ്ങി ഇപ്പോൾ കുടുങ്ങി വലിയ പ്രയാസത്തിൽ കഴിയുന്നവർക്ക് പറ്റിയ ഒരു അമലിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു അമൽ ചെയ്താൽ തീർച്ചയായും ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പായി കാണും. റിസ്ക് വർദ്ധിക്കാനും കടം മാറാനും ഫലം കണ്ട അമലാണ് ഇൻഷാ അല്ലാഹ് നാം പറയുന്നത്. അൽ ഖിർത്താസ് എന്ന കിതാബിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കടം കൊണ്ട് വലയുന്നവർ, കടം വീട്ടാൻ വിഷമിക്കുന്നവർ എല്ലാവരും ഇത് ചെയ്യുക. ഇത് ചെയ്യേണ്ടത് സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ആവശ്യം നിറവേറാൻ വേണ്ടി എന്ന നിയ്യത്ത് ചെയ്തുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന നിയ്യത്തായിരിക്കണം നിസ്കരിക്കുന്നവർ. നിസ്കരിച്ച് അതിൽ ഓതേണ്ട സൂറത്തുകളെക്കുറിച്ചും അതെങ്ങനെ നിസ്കരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതുപോലെ നിർവഹിക്കണം. 1-ാം റക്അത്തിൽ ഫാത്തിഹ ഓതി അതിൻ്റെ ശേഷം ഓതേണ്ട സൂറത്ത്, ആദ്യം റക്അത്തിൽ ആയത്തുൽ കുർസി 3 തവണ ഓതുക, ഫാത്തിഹ കഴിഞ്ഞതിൻ്റെ ശേഷം. അതുപോലെ സൂറത്തുൽ കാഫിറൂൻ 11 തവണവും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ ഓതുക. അങ്ങനെ 1 റക്അത്ത് പൂർത്തീകരിച്ചു. 2-ാമത്തെ റക്അത്തും ഇതേ ആവർത്തിക്കണം. ഫാത്തിഹ ഓതുക, ഫാത്തിഹയ്ക്ക് ശേഷം 3 തവണ ആയത്തുൽ കുർസിയും അതുപോലെ 11 തവണ കാഫിറൂൻ, അതുപോലെ 11 തവണ ഇഖ്ലാസ് സൂറത്ത്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതുക. ഇത് ഓതിക്കഴിഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം എല്ലാവർക്കും അറിയുന്ന ഈ ഒരു തസ്ബീഹ്, അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ്. ചെറിയ എല്ലാവർക്കും മനഃപ്പാഠം അറിയുന്ന ഒരു തസ്ബീഹാണ്. ഈ തസ്ബീഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിൻ്റെ ശേഷം 100 തവണ ചൊല്ലണം. ഇത് ചൊല്ലി ശേഷം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി കടം സംബന്ധമായ ഉള്ള പ്രാർത്ഥന, നമ്മുടെ കടങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് പറയണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീർച്ചയായും എത്ര വലിയ കടമാണെങ്കിലും അള്ളാഹു അത് വീടാനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് കടമുള്ളവരുടെ എല്ലാ കടങ്ങൾ തീർത്ത് നല്ലൊരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കടം എൻ്റെ പ്രിയപ്പെട്ടവരെ അപകടമാണ്. അത് എപ്പോൾ മരിക്കുമെന്നറിയില്ല. അങ്ങനെ കൂടുതൽ കടങ്ങളായാൽ അത് പ്രയാസമുണ്ടാവും. ഹലാലായ കടങ്ങൾ ചിലപ്പോൾ ചെയ്യാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഒരു പെട്ടെന്നൊരു വീട് കെട്ടുമ്പോൾ അല്ലെങ്കിൽ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ അത്രയും പെട്ടെന്നുള്ള ഒരു വലിയ സമ്പത്ത് സ്വരൂപിക്കാൻ പ്രയാസമുണ്ടാവും. ആ സമയത്ത് കടം വാങ്ങേണ്ടി വരും. അങ്ങനെ കുടുങ്ങിയവർക്ക് തീർച്ചയായും ഇത് പതിവാക്കുക. ഉറപ്പായും അള്ളാഹു സമ്പത്തിൽ വലിയ അഭിവൃദ്ധി നൽകും. അള്ളാഹു നമ്മുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു മാർഗം അള്ളാഹു തുറന്നു തരും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കടങ്ങളെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരും അള്ളാഹു കാക്കട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്ത് നല്ല സന്തോഷകരമായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.